ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വീട്ടിലെ കുക്കിങ്ങിൻ്റെ കൂടെ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ജെൻറ്റിൽ പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല, ഞാനൊരു 8 വയസ്സായ മോൻ്റെ ഉമ്മയാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസിലൂടെ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നമ്മൾ പറയാറില്ലേ ഈ വീട്ടിലെ ജോലികൾ തീരെന്നില്ല എന്ന്, അതേപോലെ തന്നെയാണ് കേട്ടോ ഈ ജെൻറ്റിൽ പാരൻറ്റിങ്ങും. ഈ ഒരു പെർഫെക്റ്റ് പാരൻ്റ് എന്നുള്ള ഒരു ഇതില്ല കേട്ടോ. എല്ലാവർക്കും എല്ലാം പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ല, പക്ഷെ ഓരോ ദിവസവും നമ്മുടെ ഓരോ എക്സ്പീരിയൻസുകളാണ് കേട്ടോ. ഈ ജെൻറ്റിൽ പാരൻറ്റിങ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നും കുട്ടികൾ എന്ത് ചെയ്താലും ഒന്നും പറയാതെ വളർത്തുന്നതാണെന്ന്. പക്ഷെ അതല്ല സത്യം. ജെൻറ്റിൽ പാരൻറ്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ നേരിട്ട് പോയി ശിക്ഷിക്കാതെ അവരെ ഇമോഷൻസിനെ തകർക്കാതെ ചെയ്യുന്ന പാരൻറ്റിങ് ആണ് ജെൻറ്റിൽ പാരൻറ്റിങ്. എന്ന് വെച്ചാൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മിണ്ടാതെ കേട്ട് നിൽക്കണം എന്നല്ല, അതവരെ പേടിപ്പിച്ചിട്ടോ ഉപദ്രവിച്ചിട്ടോ ആവരുതെന്നാണ് പറയുന്നത്. പകരം നമുക്ക് സ്നേഹത്തോടെ ക്ഷമയോടെ അവരോട് ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ എന്തുണ്ടായി എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് അവരെ തിരുത്തി കൊടുക്കാം. നമ്മൾ അവരോട് ബഹുമാനം കാണിച്ചാൽ അവർ നമ്മളോടും അതേപോലെ തന്നെ മറ്റുള്ളവരോടും ബഹുമാനത്തിൽ പെരുമാറാൻ പഠിക്കും. ഈ ജെൻറ്റിൽ പാരൻറ്റിങ് എന്നുള്ളത് നമുക്ക് എപ്പോഴും പോസിബിൾ ആവണമെന്നില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്, നമുക്ക് തിരക്കുകളുണ്ടാവും, നമുക്ക് നമ്മുടേതായ സ്ട്രെസ്സ്, ടെൻഷന് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് എല്ലാം ഒരേപോലെ ഇരിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. എന്ന് വെച്ച് നമ്മളവിടെ ഒരു മോശമായിട്ടുള്ളൊരു പാരൻ്റ് ആവുന്നുമില്ല. അതേപോലെ തന്നെ കുട്ടികൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അവർ നോക്കി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തികളും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മൾ ഞോ എന്ന് പറയേണ്ടടുത്ത് ഞോ തന്നെ പറയാം, എന്നിട്ട് അവർക്ക് അതിൻ്റെ റീസണും പറഞ്ഞു കൊടുക്കുക. ഈ ജെൻറ്റിൽ പാരൻറ്റിങ് പല കുട്ടികളുടെ കേസിലും പല വിധത്തിലാണ് കേട്ടോ വർക്കാവുന്നത്. ചില കുട്ടികളെ നമ്മുടെ ഇമോഷൻസ് കൂടി മനസ്സിലാക്കി നമ്മളെ കൂടെ അവർ ആ രീതിക്ക് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ചില കുട്ടികൾ അത് മുതലെടുക്കാൻ നോക്കാനും ചാൻസ് ഉണ്ട്. ഓരോ കുട്ടികളും ഡിഫറൻസ് ആണ്. ഒരു കുട്ടിയുടെ കാര്യത്തിൽ വർക്കായത് വേറൊരു കുട്ടിയുടെ കാര്യത്തിൽ വർക്കാവണമെന്നില്ല. ഈ ജെൻറ്റിൽ പാരൻറ്റിങ് അധികമായി കഴിഞ്ഞാൽ അതിന് കുറച്ച് നെഗറ്റീവ്സും ഉണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതിപ്പോൾ ഏതൊരു കാര്യത്തിനാണെങ്കിലും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവുമല്ലോ, അതേപോലെ തന്നെയാണ് ഇതും. നമ്മുടെ മക്കളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് അവരുടെ ഇതിന് പോസിബിളായ രീതിയിൽ നമ്മൾ പാരൻറ്റിങ് ചെയ്യാം. കുട്ടികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ നല്ല രീതിയിൽ ശിക്ഷിക്കുകയും അടിക്കുകയും ചീത്ത പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ചിലപ്പോൾ മനസ്സിലാവില്ല ഞാൻ ഇത് എന്തിനാണ് എന്നുള്ളത്. അവർക്ക് തന്നെ മനസ്സിലാവില്ല. പകരം അവർക്ക് അവിടെ നല്ല പേടിയും അതേപോലെ അവരൊരു കോൺഫിഡൻസ് ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊക്കെ പറയുന്ന എനിക്ക് പോലും ചിലപ്പോൾ കൺട്രോൾ കിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓരോ സാഹചര്യം വ്യത്യസ്തമാണ്. നമുക്ക് നമ്മുടേതായ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊന്നും നമ്മളെ മക്കളെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചിലപ്പോൾ നമ്മൾ അടിക്കും, ചീത്ത പറയും, ഒക്കെ ചെയ്യും. അത് സ്വാഭാവികമാണ്. അത് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു നല്ല പാരൻ്റ് അല്ലാതാവുന്നില്ല. ഇപ്പോൾ പണ്ടത്തെ ആൾക്കാർ പറയും ഞങ്ങളൊക്കെ നല്ല നടി കിട്ടിയിട്ടാണ് വളർന്നിട്ടുള്ളത്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. പക്ഷെ പണ്ടത്തെ സാഹചര്യങ്ങളും പണ്ടത്തെ കാലഘട്ടവും അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ് നമ്മൾ ഇന്നത്തെ സാഹചര്യങ്ങൾ. ഇന്നത്തെ നമ്മളെ മക്കൾ ജീവിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ ജീവിച്ച പോലെ അല്ലല്ലോ നമ്മളെ മക്കൾ ഇന്ന് ജീവിക്കുന്നത്. എല്ലാ മക്കളും സെൻസിറ്റീവാണെന്ന്, അവരോട് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവരെ ഇമോഷൻസിനൊന്നും കോട്ടം വരുത്താത്ത രീതിയിൽ അവരെ നല്ലപോലെ മനസ്സിലാക്കി നമ്മൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ തല്ലാണ്ടിരിക്കില്ല. ഒരു പാരൻ്റ് എന്നുള്ള നിലയിൽ നമ്മൾ തല്ലും വഴക്ക് പറയുകയൊക്കെ ചെയ്യും. അതൊന്നും അവരെ തകർക്കുന്ന രീതിയിലാവരുതെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു പ്രത്യേകതര സുഖമാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുളിച്ചിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.